താൻ നന്നാവണം, പിന്നെ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നന്നാക്കണം, പിന്നെ നിങ്ങളുടെ അവിടെ ഉള്ള പ്രോസസ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് വേണം എന്ന് പറയേണ്ടി വരും. സംതിങ് ഈസ് റോങ് യതിൻ, സംതിങ് ഈസ് റോങ് വിത്ത് മീ. നിങ്ങൾക്ക് അസുഖം പിടിച്ചു കഴിഞ്ഞു ടോട്ടൽ, ഇനിയും ഇതിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. ഇന്ന് ഇത് എഴുതാതെ പോകുന്ന എല്ലാ ആൾക്കാരും ഇത് ആവർത്തിക്കും. Clinical, medical, you have to have an invasive operation, and terminal means it is life-threatening. നിങ്ങളുടെ ജീവിതം വരെ പണയത്തിലാവാം, and you can get into deep trouble and things like that. Now let's look at all the three. The stages of busyness cancer, PST. Now, preventable surgical terminal. Loudly. Okay. So, now listen to this carefully, my dear friends. ഇത് ഞാൻ പറയുന്ന നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വീഡിയോ പിന്നെയും കാണണം. ഇതിനെ ഒരു 15-30 മണിക്കൂർ പോസ്റ്റ്മോർട്ടം ചെയ്യണം, ചർച്ച ചെയ്യണം, ഓരോ പോർഷനെ ചർച്ച ചെയ്യണം. ഇവിടെ എനിക്കിപ്പം സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ചർച്ച ചെയ്യണം. ആദ്യത്തെ പ്രിവെൻറ്റബിൾ. ഇറ്റ് മീൻസ് യു ആൻഡ് യുവർ ബിസിനസ് ക്യാൻ പ്രിവെൻറ്റ് and avoid the effects of busyness. Now, number 2, surgical means you and your business needs to undergo major surgery to remove the cells of busyness. ഒരു മേജർ സർജറി തന്നെ വേണ്ടി വരും, ഒരു മേജർ പ്രോഗ്രാം തന്നെ വേണ്ടി വരും. ചിലപ്പോൾ നോർമൽ ബിസിനസ് ആണെങ്കിൽ ഇവിടുത്തെ ഈ ക്ലാസ്സിൽ സംഗതി മനസ്സിലായാൽ തനിക്ക് ഇന്ന് തന്നെ രാത്രി എന്തൊക്കെയൊക്കെ ചെയ്യാൻ ഒക്കും. നിങ്ങളുടെ കേസ് അതിനേക്കാളും മുകളിലാണെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ചെയ്ത് ഡീപ്പ് ഇൻവോൾവ്മെൻറ്റ് ചെയ്യണം. സ്റ്റേജ് 3, യു ആൻഡ് യുവർ ബിസിനസ് ആർ ടെർമിനലി ഇൽ. നിങ്ങൾക്ക് അസുഖം പിടിച്ചു കഴിഞ്ഞു ടോട്ടൽ, ഇനിയും ഇതിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു മാജിക്, ഒരു മിറക്കിൾ, ഒരു ഗോഡ് ഇൻ്റർവെൻഷൻ, ഒരു അല്ലാടെ ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു ഗുരുനാനക്കിൻ്റെ, അല്ലെങ്കിൽ ഒരു ലോർഡ് ശിവയുടെ ഒരു ഇൻ്റർവെൻഷൻ വേണ്ടി വരും നിങ്ങൾ 3ാമത്തെ സ്റ്റേജിലാണെങ്കിൽ. So, let me go a little more deeper. It says the first stage is known as you and your business can avoid the effects of busyness. This is a beautiful stage. ഇവിടെ നിങ്ങൾക്ക് ഈ ബിസിനെസ്സിനെ അവോയ്ഡ് ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നിങ്ങളോട് പറയുന്നു ഡോണ്ട് ഡു നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ രാത്രി വീട്ടിൽ പോയി നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ ഡെലിഗേറ്റ് ചെയ്യുന്നു. ഞാൻ പറയുന്നു don't do predictable activities because businessmen are not supposed to do predictable activities. Predictable means purchase and accounts and all these are predictable activities. ഈ predictable ഒരു പാറ്റേൺ ഉള്ള ജോലികൾ ആന്ത്രപ്രനർ ചെയ്യരുത്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് ഊരാം. എന്നാലും അയാൾ പറഞ്ഞില്ലേ, നമ്മളൊരു കൺട്രോൾ ഫ്രീക്കാണ്. നമുക്ക് എല്ലായിടത്തിലും കൈയും കാലും ഇടാനുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ അവിടെ ആരും ഒന്നും താനെ ചെയ്യാൻ നമ്മൾ അനുവദിക്കത്തില്ല. ആർക്കെന്ത് ചെയ്യണമെങ്കിലും എന്നോട് ചോദിക്കണം. ആരാടോ തന്നോട് പ്രൈസ് കുറയ്ക്കാൻ പറഞ്ഞത്? ആരാടോ തന്നോട് പർച്ചേസ് എന്നോട് ചോദിക്കാതെ ചെയ്യാൻ പറഞ്ഞത്? ആരാടോ തന്നോട് പറഞ്ഞ ചെക്ക് സൈൻ ചെയ്ത് ഒപ്പിട്ടോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി? ഞാനില്ലാതെ ഞാൻ മരിച്ചു പോയോടോ? അങ്ങനെ താൻ പറയാറുണ്ട്. തന്നെ കണ്ടാൽ തന്നെ അതുപോലത്തെ ഒരാളാണെന്ന് എനിക്കറിയാം, അല്ലേടോ? ഇയാൾ പറയാറില്ല, അങ്ങനെ പറയാറില്ലേ? യുനോ ഹിയർ ഇത് മനസ്സിലായി കഴിഞ്ഞിട്ടും, സപ്പോസ് എൻ്റെ ക്ലാസ്സിലിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കളീഗ്സിൻ്റെ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞിട്ടും മനസ്സിലായി കഴിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യത്തില്ലെങ്കിൽ, then you will go to the next stage. Now here is the first stage. You know, ഈ സ്റ്റേജിൽ നമുക്ക് പുറത്തു വരണമെങ്കിൽ സമയം കൂടുതലെടുക്കുമോ? യെസ് ഓർ നോ? വൺ ആൻസർ. ഇതിന്ന് പുറത്ത്, ഇവിടുന്ന് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ സമയം കൂടുതലെടുക്കുമോ? യെസ് ഓർ നോ? നോ.
നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരു ക്വിക്ക് റിഫ്ലെക്സ് മതി, നമുക്ക് ക്വിക്ക്ലി അതങ്ങ് ചെയ്യാൻ ഒക്കും. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലെസ് ടൈം ആൻഡ് എനർജി ഈസ് റിക്വയർഡ് ഫോർ കറക്ഷൻ. ഈ കറക്ഷൻ ചെയ്യണമെങ്കിൽ സമയം ഒത്തിരി കുറച്ച് മതി, ആൻഡ് എഫേർട്ടും ഒത്തിരി കുറച്ച് മതി. ഒന്ന് മൈൻഡ് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇന്ന് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കൈയും കാലും ഇടത്തില്ലെന്നും മനസ്സങ്ങ് വിചാരിച്ചാൽ മതി. ബട്ട് യു നോ വാട്ട് ക്യാൻ സ്റ്റോപ്പ് യു? നിങ്ങളെ എന്ത് സ്റ്റോപ്പ് ചെയ്യും? വാട്ട് ക്യാൻ സ്റ്റോപ്പ് യു? What can stop you? Fear, perfection, ego. Absolutely right. Absolutely right. Ego, non-acceptance, control freak, perfectionism. ഞാനല്ലാതെ ഇവിടെ ഒന്നും ആർക്കും ചെയ്യാനൊക്കത്തില്ല, എന്നെ പോലെ പർച്ചേസ് ആർക്കും ചെയ്യാനൊക്കത്തില്ല, എന്നെ പോലെ ഞാൻ എന്നെ. തൻ്റെ കേസ് പോക്കാടോ. Because you are screwed. Your ego. ഞാനില്ലാതെ എൻ്റെ കമ്പനി നടക്കുമോ? ഞാനില്ലാതെ അവിടെ പർച്ചേസ് നടക്കുന്നു, ഞാനില്ലാതെ അവിടെ സെയിൽസ് നടക്കുന്നു, ഞാനില്ലാതെ അവിടെ ഫൈനാൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നു, ഞാനില്ലാതെ അവിടെ ചെക്ക് ആൾക്കാർ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഓഹോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യം പോക്കാണ്. താൻ തന്നെ പറഞ്ഞു. സ്റ്റേജ് നമ്പർ 2, ഇവിടെ യു ആൻഡ് യുവർ ബിസിനസ് നീഡ്സ് ടു അണ്ടർഗോ മേജർ സർജറി ടു റിമൂവ് ദ സെൽസ് ഓഫ് ബിസിനസ്. ഇവിടെ ഒരു സർജറി തന്നെ വേണ്ടി വരും. തൻ്റെ പുറത്ത് ഒരു സർജറി തന്നെ വേണ്ടി വരും, തന്നെ ഇതിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ. ഇവിടെ സമയം കൂടുതലെടുക്കുമോ? യെസ് ഓർ നോ? എഫേർട്ട് വിൽ ബി ഹൈ, യെസ് ഓർ നോ? സമയം കൂടുതലെടുക്കും, കാശും കൂടുതൽ ചിലവാകും, 3000 രൂപയിൽ നടക്കത്തില്ല. വെരി ഗുഡ്. ഇപ്പൊ കേസ് മനസ്സിലായല്ലോ. താനൊന്നും ചെയ്യേണ്ടു, താൻ അവിടെ ഇരിക്കും. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ടൈം വിൽ ബി റിക്വയർഡ്. ബിക്കോസ് ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? 3 കറക്ഷനാണ് ചെയ്യേണ്ടത്. തൻ്റെ പേരെന്തോടോ? വിനീഷ്. ഇവിടെ 3 മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. 1, സെൽഫ് കറക്ഷൻ. ഈ വിനീഷ് കുമാർ എന്ന് പറഞ്ഞ സാധനത്തിനെ മാറ്റിയെടുക്കണം. എന്നാലും ഇവൻ 20 കൊല്ലം കൊണ്ട് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക. ഇവനെ മാറ്റിയെടുക്കണമെങ്കിൽ സാക്ഷാൽ പരമശിവൻ തന്നെ താഴെ ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഇവനൊന്നും നന്നാവാൻ പോകുന്നില്ല. ബിക്കോസ് ഇവിടെ 3 കറക്ഷനാണ് നടക്കേണ്ടത്. 1, നിങ്ങളെ കറക്റ്റ് ചെയ്യണം. നമ്പർ 2, പീപ്പിൾ കറക്ഷൻ. നിങ്ങളുടെ മുമ്പിലും പുറകും നടക്കുന്ന നിങ്ങളുടെ ശിങ്കിടിമാര് നിങ്ങളെ സംഭവമാണ് പറഞ്ഞ്, പരമ്പാടൻ സംഭവമാണ് പറഞ്ഞ് തന്നെ സൂയിപ്പിച്ച് തൻ്റെ ചട്ടിക്കകത്ത് നല്ല ഇങ്ങനെ മുന്തിരിങ്ങയൊക്കെ വെച്ച് തന്നെ സൂയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല പീസുകളില്ലേടോ തൻ്റെ മുമ്പിലും പുറകിലും നടക്കുന്ന ആന്മാരെല്ലാം പൊക്കി തൂത്തുവാരി പുറത്താക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൽ ശക്തി വേണം. മനസ്സിലാടോ? Because you have to correct the people who are your problems. So there is a people correction that you have to do. Then there is a process correction. Doctor പറഞ്ഞ പോലെ people correction, process correction, technology correction. പിന്നെ അതെല്ലാം ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം കറക്റ്റ് ചെയ്യണം. താനാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്ര ട്രെയിനിങ് പ്രോഗ്രാമും താടി താൻ ഇരുന്നിട്ട് കാര്യമില്ലടോ. Are you with me? എത്ര പ്രോഗ്രാം ഇരുന്നാലും താൻ നന്നാവത്തില്ലെന്ന് തനിക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ എത്രയോ ട്രെയിനിങ് കേരളത്തിൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കുറവുണ്ടോടോ? എത്രയോ ട്രെയിനിങ് പ്രോഗ്രാം ആരൊക്കെ എടുത്തിട്ടുണ്ട്? താനൊന്നും നന്നായിട്ടില്ലടോ. എന്തിന്? ആ ഡിസീസ് has reached the stage number 2. ആദ്യം താൻ നന്നാവണം.
പിന്നെ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നന്നാക്കണം, പിന്നെ നിങ്ങളുടെ അവിടെ ഉള്ള പ്രോസസ്സ് നന്നാക്കണം. ഇത് മൂന്നും നന്നാക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ, എത്രയോ എഫേർട്ടും ടൈമും ഇടേണ്ടി വരും. അതൊക്കെ ഇടാൻ വേണ്ടിയുള്ള മനസ്സും മനക്കരുത്തും ഉണ്ടോടോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. കറക്റ്റ് അല്ലേ? ആ സെൻസ് ഇല്ലെങ്കിൽ, ആ സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ, ആ സെൻസിബിലിറ്റി ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ഒരു കുന്തവും ചെയ്യാനൊക്കത്തില്ല. വെറുതെ ഈ PG പൂജി എന്ന് പറഞ്ഞ് താൻ ഈ സ്ഥാപനമൊക്കെ നടത്തിയിട്ട് കാര്യമില്ലടോ. മനസ്സിലായോ? സോ ഇത് മൂന്നും ഒത്തിരി ഡിഫിക്കൽട്ടാണ്. ഇത് ചെയ്യാനുള്ള നമുക്ക് ടെക്നിക്സും അറിയത്തില്ല. സെൽഫിനെ കറക്റ്റ് എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മെക്കാനിസം എന്തുവാണുള്ളത്, എന്തുവേണം നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മെക്കാനിസം? എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പിൽ താനൊക്കെ എന്തുവാണോ ചെയ്യുന്നത്? തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് വല്ലതും ഉണ്ടോ? ഒരു ഓഡിയോ, ഒരു വീഡിയോ, ഒരു റിഫ്ലക്ഷൻ ബുക്കോ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്ന് വൈകിട്ട് 5:30-6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോവും. അവിടെ TV ഒക്കെ നോക്കും, 2 ഷോട്ടൊക്കെ അടിക്കും, പിന്നെ കിടന്നുറങ്ങും. അല്ലാതെ എന്തുവാ ചെയ്യുന്നത് താനൊക്കെ? Are you with me? So what is your self-improvement book? Like I write every day, കിടന്നുറങ്ങുന്നതിന് മുമ്പിൽ എൻ്റെ വിക്ടറി ബുക്ക് ഞാൻ എഴുതാറുണ്ട്. ഈ വിക്ടറി ബുക്കിൽ ആദ്യത്തെ പോർഷൻ ഈസ് I am grateful to whom? Why am I grateful? So I write my gratitude book. I write my entire gratitude book. Every night before I go to sleep, I write whom am I grateful to? Why am I grateful to? How will I express my gratitude? Then in the next page, what did I learn? Write down an incident that happened in your life today. What went wrong? What went right? Write down an incident in your life today. നമ്മുടെ എല്ലാവരുടെ ഒരു 10-40 മിനിറ്റ് പോയി. അത് ഇന്നത്തെ ലെസനാണ്. ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഓരോ ആൾക്കാരും ഇന്ന് രാത്രി ബുക്ക് എഴുതണം. ഞാൻ എഴുതും, ഇന്ന് രാത്രി ഞാൻ എഴുതും. Write down an incident that occurred in the hall today. The incident is we had a session because of so and so, so and so, so and so. What went right? What went wrong? എന്ത് നന്നായിട്ട് നടന്നു, എന്ത് റോങ് ആയിട്ട് നടന്നു. ഇനിയും ഒരു സന്ദർഭത്തിൽ ഇതിങ്ങനെ ഒരു പ്രാവശ്യം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ആ കറക്ഷൻ ഇന്ന് എഴുതണം. അതിനു വേണ്ടിയുള്ള എല്ലാ ആക്ഷനും നമ്മൾ ഇവിടെ എഴുതും. ഇന്ന് ഇത് എഴുതാതെ പോകുന്ന എല്ലാ ആൾക്കാരും ഇത് ആവർത്തിക്കും. And it's known as a self-correction book. Do you have a book like this? നിങ്ങളൊക്കെ വിഷൻ ഉണ്ടാക്കി. ഞാൻ എഴുതുന്ന ഈ ബുക്കുണ്ട്, ദ കോർ വാല്യൂസ് ബുക്ക്. ഞങ്ങളുടെ കമ്പനിയിൽ 6 കോർ വാല്യൂസ് ആണ്. കോർ പർപ്പസ്, കോർ വാല്യൂസ്, ബിഗ് ഹാരി ഓഡേഷ്യസ് ഗോൾ, വിവിഡ് ഡിസ്ക്രിപ്ഷൻ. ആ കോർ വാല്യൂസ്, ഓരോ കോർ വാല്യൂവും എങ്ങനെ ഞാൻ ജീവിച്ചു. ഡിമാൻഡിങ് എക്സലൻസ്, ഇന്ന് ഡിമാൻഡ് എക്സലൻസ് എങ്ങനെ ചെയ്തു, ഇന്ന് ചാലഞ്ചിങ് ദ സ്റ്റേറ്റസ് കോയിൽ എന്ത് ചെയ്തു. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ കോർ വാല്യൂസ് ജീവിച്ചു എങ്ങനെ, അത് എഴുതാറുണ്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് I write a book called the Victory Book. What has been my victory today? What has been my major victories today? ഇന്നത്തെ വിക്ടറികൾ എന്തുവാണ്, അതെന്തിനാണ് ഒരു വിക്ടറി? നാളെ ഇതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? This is known as the victory book. This is known as the Pareto book. This is known as the Pareto book. What are the 80% activities which are derailing? 80% of the activities give 20% results and 20% activities give 80% result. So it's known as the 80-20 book. So people, processes. Every night I write, നമ്മുടെ ഏത് പീപ്പിളാണ് വേസ്റ്റ് ആവുന്നത്, നമ്മുടെ ഏത് പ്രോസസ്സാണ് നമ്മളെ ഡീലേ ചെയ്യുന്നത്, നമ്മുടെ ഏത് ആക്ടിവിറ്റീസാണ് നമ്മളെ കഷ്ടപ്പാടിൽ ഇടുന്നത്.
I write this book. And then there is this book called the Why. Why did the mics don't work today? Because we did not check it. Why is that we did not check it? Because we didn't have a person to do it. Why is that we didn't have a person to do it? Because we didn't nominate a person. Why is that we didn't nominate a person? Because we were too busy. It's a loss of credibility for us. And now I am undergoing my personal coaching through a coach from Bangalore, and he's given me a new learning book. അതിൽ അയാൾ പറഞ്ഞിരിക്കുന്ന പുതിയ നായർ, നവാ നായർ, പുതിയ നായറിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത 6 മാസം 9 മാസത്തിൻ്റെ അകത്ത് എനിക്കൊരു പുതിയ ആളായിട്ട് മാറണം. ആ പുതിയ ആളായിട്ട് മാറണമെങ്കിൽ 12 കാര്യത്തിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സെഷൻ തന്നെ എടുക്കാം. 12 കാര്യങ്ങളിൽ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ രീതികൾ, എൻ്റെ സ്വഭാവങ്ങൾ. അപ്പം എൻ്റെ പേഴ്സണൽ കോച്ച് പറഞ്ഞിരിക്കുന്ന 12 കാര്യങ്ങളാണ്. അതിൽ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതാണ് ഇതിലെഴുതുന്നത്. സാറേ 1.5 മണിക്കൂർ എടുക്കും എല്ലാ ദിവസവും രാത്രി. എന്നാലേ ഞാനൊക്കെ നന്നാവത്തുള്ളൂ. തൻ്റെ കേസിൽ താൻ എന്തുവാടോ ചെയ്യുന്നത്? തന്നെ നന്നാക്കാൻ വേണ്ടി. So you have to ask yourself, what is your mechanism? What is your mechanism for correcting yourself? നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ മെക്കാനിസം എന്തുമാണ്? അത് ഏത് കുന്തമാവട്ടെ. It can be meditation. It can be sitting under a bodhi vraksh. I don't care. But what is your mechanism for improving yourself, for correcting yourself, for questioning yourself? നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? So that's the most important aspect of life, my dear friends. So the second stage is known as large amount of energy and time will be required. Stage-ലോട്ട് നോക്കുക, 3 correction ആണ് വേണ്ടത്. Number 1, loudly. ആദ്യത്തെ correction. Number 2. Number 3. ഇത് 3ഉം കറക്റ്റ് ചെയ്യണമെങ്കിൽ മാഡം നമ്മൾ ഒത്തിരി പ്രയാസപ്പെടേണ്ടി വരും. ഇതൊക്കെ ചെയ്യാതിരുന്നിട്ട് ഇനി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യരുത്. അത് ആരുടെ ആയാലും ഇനിയും ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ നന്നാവാൻ പോകുന്നില്ലെങ്കിൽ എത്ര ട്രെയിനിങ് പ്രോഗ്രാം, ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യരുത്. ഇഫ് യു കറക്റ്റ്, you can get out of this disease. If you correct yourself and then your people and then your processes, there is a possibility that you can get out. But what can stop you? എന്ത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി തന്നെ കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തനിക്ക് മനസ്സിലായി തൻ്റെ സ്ഥാപനത്തിൻ്റെ ആൾക്കാരെ കറക്റ്റ് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം, ബെറ്റർ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രോസസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ബെറ്റർ ചെയ്യണം. എന്തുവായിരിക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? One at a time, raise your hand and tell me what can stop you. What can stop you? Yes, sir. Yes, sir. The only thing we can stop us is our own business. Our own business, busyness. Busyness can stop you, definitely. നമ്മുടെ ബിസിനസ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ്. നമുക്കതെങ്ങനെ ചെയ്യണം അതിനെ പറ്റിയുള്ള നോളജ് കാണത്തില്ല. അതായിരിക്കും നമുക്കൊരു വരാൻ പോകുന്ന പ്രശ്നം. പിന്നെ യെസ് സർ, ടീമില്ല, ടീമിനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, 1 at a time, raise your hand. Time management is a waste of time. You must see time multiplier of mind. Don't use the word time management because time management is a waste of time. Nobody can manage time. Professionalism. Comfort zone, professionalism, yes madam. Delegation. Yeah, you're stuck in your mindset. Okay, yeah, there is no organization. There you have to plan. Yes, overconfidence, fear, pedi, overconfidence. Yes sir. ഈ 3 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ആര് ചെയ്യും? ഓക്കെ, ഫൈൻ. വാട്ട് ക്യാൻ സ്റ്റോപ്പ് യു? All the 3 corrections are not easy to implement. ഈ 3 കറക്ഷനും എത്ര കറക്ഷൻ ആണ് ചെയ്യേണ്ടത്?
അതൊക്കെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഇതൊന്നും ഈസി അല്ലടോ. ഇതിൽ ഒത്തിരി കഷ്ടപ്പാടാണ്. ഇതിൽ കോൺസെൻട്രേഷൻ വേണം. ഇതിന്ന് ഊരണമെങ്കിൽ ആദ്യം വാട്സപ്പ് ബന്ദ് ചെയ്യണം. അതിൽ നിന്നൊക്കെ ഊരണോടോ തൻ്റെ കണ്ടാൽ തന്നെ അതൊക്കെ നടക്കത്തില്ലെന്ന് അറിയാം. സോ ഇത് മൂന്നും ഒത്തിരി ഡിഫിക്കൽട്ടാണ്. സെൽഫ് കറക്ഷൻ, അതർ പീപ്പിൾ കറക്ഷൻ. 2, സഡൻ ചേഞ്ച് ഇസ് നോട്ട് ഈസി. സഡനായിട്ട് ചേഞ്ച് ചെയ്യണം, അതും ഈസി അല്ല. ഇപ്പം എന്നോട് പറഞ്ഞു എൻ്റെ കോച്ച് 12 കാര്യങ്ങൾ എൻ്റെ പേഴ്സണാലിറ്റി 12 കാര്യങ്ങൾ മാറ്റണം. It is so difficult when I write that book. Every day I make the same bloody mistake that I have done. And it is just not happening. It's been 3 months that I have been trying to correct myself. It's extremely difficult for even Santhosh Nair to correct himself. It's extremely difficult. I am suffering, Ajit, right now. But I also know if I have to make Smmart the $1 billion company, and by 2035 that I have to build 100 million success stories, I have to do that. Or else let my big, hairy, audacious goal go to hell. So I am going through one of the most difficult periods of my time, of my life, of the last 60 years. ഇത്രയും പ്രയാസമുള്ള ഒരു സമയം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഓരോ ആൾക്കാരെ മാറ്റേണ്ടി വരും. മാർക്കറ്റിംഗ് ഹെഡ്, സെയിൽസ് ഹെഡ്, CEO, കൈയും കാലും അങ്ങ് വിറച്ചു പോവുക ഇപ്പം. എന്നാലും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ ഒക്കത്തില്ല. ആൻഡ് therefore taking help not easy. വേറെ ആൾക്കാർ ഇപ്പം നിങ്ങൾ പറയുന്നു, സാറ് പറഞ്ഞു എനിക്ക് വേണ്ടി ഹെൽപ്പ്, ഹൂ ക്യാൻ ഹെൽപ്പ് മീ. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് വേണം എന്ന് പറയേണ്ടി വരും. അത് നമ്മുടെ ഈഗോ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്കോ എൻ്റെ പേരെന്തോ അരുൺ രവി. അപ്പൊ നമ്മൾ തന്നെ ചോദിക്കും, എനിക്ക് ഹെൽപ്പ്, ഡു ഐ നീഡ് ടു ടേക്ക് ഹെൽപ്പ്? I need help? No. താൻ ബിസിനെസ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തിക്കോ, ഒരു പ്രോബ്ലം ഇല്ല. See, you are trying to escape it. You're not trying to find a solution. You're saying that now this has happened. ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം. രാവിലെ ഞാൻ വരുന്നു, ഒരാൾ എന്നെ വലിച്ചോണ്ട് പോന്നു അക്കൗണ്ട്സിൽ, അവിടെ പോയി കിടക്കുന്നു ഞാൻ. മറ്റേ ആൾ എന്നെ ഫൈനാൻസിൽ പിടിച്ചോണ്ട് പോന്നു, അവിടെ കിടക്കുന്നു. അതിൽ തന്നെ താൻ ഒരു ഹാപ്പിനെസ് നോക്കിയെടുക്ക്. കണ്ടോ? നോ പ്രോബ്ലം. Taking help is not easy. Ego will not allow. എത്രയോ ആൾക്കാർ ഞാൻ ട്രെയിനിങ്ങിൽ പോകണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് പോകുവാനും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ദെൻ യു ഹാവ് ടു പേ മണി, വിച്ച് ഇസ് ഈവൻ മോർ ഡിഫിക്കൾട്ട് ഫോർ എ കേരളൈറ്റ്. ലാസ്റ്റ് മൊമെന്റ് വരെ കാശ് തരത്തില്ല അവൻ. പിന്നെ ബീയിങ് ഹംബിൾ ഈസ് നോട്ട് ഈസി. എനിക്കൊരു പ്രയാസമുണ്ട്, എന്നിൽ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു കറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ അതൊരു ഹംബിൾനെസ് വേണം. ഹംബിൾനെസ് മലയാളത്തിൽ എന്തോ പറയുന്നത്, ഒരു വിനയം വേണം. അതൊന്നും നമുക്കില്ലാതെ പോയ ഒരു സംഗതിയാണ്. ഒരു വിനയം വേണം, അതില്ല നമ്മുടെ അകത്ത്. ആൻഡ് therefore stage number 2 is going to yes madam. Yes, of course. Madam had a very beautiful point. She said willingness to be vulnerable. You know what is the meaning of vulnerable? I'll tell you, madam. I called up my coach Yatin Samant in Bangalore. I said, Yatin, I am in trouble. I am unable to sleep. I don't know how to take the company to the next level. I have come till here. I am finding it extremely difficult and I am sinking. I feel I need to take psychiatric treatment, I told my coach, because I was suffering, because things are not moving the way I want it to move. Something is wrong, Yatin, something is wrong with me. So you're right. The guts to say that the great Santhosh Nair confidence guru is shaking
അത് പറയാൻ ഒരു വലിയ മനസ്സ് വേണം. Are you with me? So being vulnerable is very important. എനിക്ക് അറിയത്തില്ലെങ്കിൽ ഡോക്ടർ അറിയത്തില്ലെന്ന് പറയണം. ഡോക്ടറിനോട് എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ലെന്ന് പറയണം. എന്നാലേ ഡോക്ടറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അത് പറയാതെ പോയാൽ you will get into more trouble. Then that will lead to health issues, relationship issues, psychological issues, mental health problems. All kinds of things can happen. So get out of busyness. It's a disease. It's a disease. Number 3, you and your business are terminally ill. ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഈ ഓണറും പോക്കാണ്, സ്ഥാപനവും പോക്കാണ്, എല്ലാം നശിച്ചു കിടക്കുക. അവിടെ ആൾക്കാരില്ല, സിസ്റ്റം ഇല്ല, പ്രോസസ് ഇല്ല, ഇയാൾക്കൊരു പിടിയില്ല, ഇയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. ഇറ്റ്സ് ടെർമിനലി ഇൽ. അത് ക്യാൻസറുടെ 3ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ സ്ഥാപനം. It is like the last over in a cricket match and you want 100 runs. 100 runs ലാസ്റ്റ് ഓവറിൽ 6 ബോളേ ഉള്ള 100 വേണം. അവൻ ആ ബോളർ 60 പ്രാവശ്യം നോ ബോൾ ഇടണം. പിന്നെ എല്ലാ നോ ബോളിലും നമ്മൾ 4ഉം 6ഉം അടിക്കണം. എന്നാലേ 100 റൺ അടിക്കാൻ ഒക്കത്തുള്ള 6 ബോളിൽ. അങ്ങനത്തെ സാഹചര്യമാണ്. ഇറ്റ്സ് ലൈക്ക് വാണ്ടിങ് 36 റൺസ് ഇൻ ദ ലാസ്റ്റ് ഓവർ. ഒരു ഓവറിനകത്ത് 36 റണ്ണ് വേണം. അപ്പം 6 സിക്സർ എല്ലാം അടിക്കാൻ ഒക്കോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്നാലും അതാണ് സ്ഥിതി. Only possible if some magic happens. Suddenly cancer gone. Suddenly or divine intervention. Suddenly നിങ്ങളുടെ ഒത്തിരി നാൾ 10-40 കൊല്ലം മുമ്പിൽ ഒരു ഫെയറിൽ തൻ്റെ യങ്ങർ ബ്രദർ വാസ് ലോസ്റ്റ് and he comes back into your life. താൻ കഞ്ചാവ് അടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. because you are at stage number 3. Now your younger brother who was lost in a fair എന്ന് മലയാളത്തിൽ എന്തോ പറയുന്നത്, exhibition or fair, he comes back and he takes over your business and he is a rock star. Some magic has to happen. Some miracle has to happen. An intense coach may come into your life if you permit. നിങ്ങൾ പെർമിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻറ്റൻസ് കോച്ച്, ഈ മോളി സംസാരിക്കുന്ന കോച്ചല്ല, ഡീപ്പ് ഇൻറ്റൻസ് കോച്ച്. An intense coach comes into your life and you unconditionally surrender to him or her. നിങ്ങൾ അൺകണ്ടീഷണലി അയാൾക്ക് സറണ്ടർ ചെയ്യുന്നു. സാർ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, ഞാൻ ടോട്ടൽ ആപ്പിലാണ്. അങ്ങനെ സറണ്ടർ ചെയ്യാനുള്ള മനസ്സ് വേണം. അങ്ങനത്തെ ഒരു മനസ്സ് വേണം, അങ്ങനത്തെ ഒരു എബിലിറ്റി വേണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ തനിക്ക് പുറത്തു വരാനുള്ള സാഹചര്യം താൻ തന്നെ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. And that's the most important thing. So busyness is cancerous also. So first was chronic, then it is contagious, it is chronic, it is cancerous. It is contagious, it is chronic, it is cancerous. Repeat, it is contagious, it is chronic, it is cancerous. Cancerയുടെ 3 സ്റ്റേജ്, സ്റ്റേജ് 1, 2 and 3. അതാണ് നമ്മളിപ്പം പഠിച്ചത്. So my dear friends, did we become an entrepreneur for suffering these 3C busyness disease? Yes or no? Did we become an entrepreneur to suffer the 3C busyness disease? Yes or no? No. നമ്മളൊരു സ്ഥാപനമുണ്ടാക്കി for suffering the 3C busyness disease? Yes or no? No. Yes or no? No. Loudly. No. You did not become a businessman to bloody suffer like this. നമ്മളൊരു ബിസിനസ്മാനും ബിസിനസ് വുമനും ആയത് ഈ ബിസിനെസ്സിൻ്റെ ഡിസീസ് സഫർ ചെയ്യാൻ വേണ്ടി അല്ല. നമ്മൾ ബിസിനെസ്സിനും നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ to suffer the contagious, chronic and cancerous disease. What you need to do in order to prevent yourself and your business from disease or busyness
ഈ ഫ്രീഡം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ യു ആർ നോ മോർ എൻ entrepreneur. entrepreneurയുടെ ഒരു ലിമിറ്റും ഇല്ല കാശ് ഉണ്ടാക്കാൻ വേണ്ടി. ലിമിറ്റ്ലെസ് കാശാണ് ഉള്ളത്. ആ ബിസിനസ്സിൽ നമ്മൾ ബിസി ആയി ഇല്ലാതിരിക്കുവാണെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഫോർ വിച്ച് യു ക്രിയേറ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ കമ്പനി. വാട്ട്സ് യുവർ പർപ്പസ്?